ഇനി പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യമായിട്ട് കണക്ഷനുള്ള ചോദ്യം തന്നെയാണ്. ഈ മുസ്ലിമായിട്ട് ജനിക്കുന്നത് പിന്നെ വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് ഇരിക്കുന്നു. അത് ഈ ഖദറുമായിട്ട് അതിന് ബന്ധമുണ്ട് ആ ചോദ്യത്തിൽ. ഇപ്പോൾ ഒരാൾ മുസ്ലിമായി ഒരു മുസ്ലിം മാതാവിൻ്റെയും മുസ്ലിം പിതാവിൻ്റെയും മകനായി ജനിക്കുന്നത് വലിയ അനുഗ്രഹമാണെങ്കിൽ, ഈ അനുഗ്രഹം ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ നീതിയായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ മറ്റേയാൾക്ക് ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് എന്നെ അതിൽ ജനിപ്പിക്കാതെ? ഞാൻ അപേക്ഷ തന്നിട്ടൊന്നുമില്ലല്ലോ. ഞാനൊരു ഹിന്ദു പിതാവിൻ്റെ മകനായിട്ട് ജനിക്കണമെന്ന് ഞാൻ അപേക്ഷ തന്നിട്ടൊന്നുമില്ലല്ലോ ഞാൻ ജനിച്ചത്. അല്ലെങ്കിൽ പിന്നെ മുൻജന്മത്തിൽ വിശ്വസിക്കേണ്ടവർ, ഞാൻ ഇതിനു മുമ്പുള്ള ജന്മത്തിൽ നന്മ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇസ്ലാമിൽ ജനിച്ചതെന്ന് വിചാരിക്കേണ്ടവർ. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് ആളുകളെ ഇസ്ലാമിൽ ജനിപ്പിക്കുക, എന്നിട്ട് അത് വലിയ അനുഗ്രഹമാണെന്ന് പറയുക. അങ്ങനെ അല്ലാത്ത ആളുകൾ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരോടും ആദ്യം തന്നെ അപേക്ഷ പൂരിപ്പിച്ച് വാങ്ങണം, ഏത് കമ്മ്യൂണിറ്റിയിലാണ് ജനിക്കേണ്ടത്, എനിക്ക് ഇസ്ലാമിൽ. എന്നാൽ നിൻ്റെ ഇതനുസരിച്ചാണല്ലോ എന്ന് പുള്ളിക്ക് പറയാം. ഇങ്ങനെ പറയാൻ കഴിയാത്ത കാലത്തോളം ഒരാളും അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ ഒരു മാതാപിതാക്കളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിക്കുന്ന ആൾക്ക് വലിയ അനുഗ്രഹമുണ്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഖുർആനിൽ ആദ്യാവസാനം പറയുന്നൊരു സംഗതിയുണ്ട്, കർമ്മമാണ് മോക്ഷത്തിനാധാരം. കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോക്ഷം. അപ്പോൾ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചോ, ഏത് മതവിഭാഗത്തിൽ ജനിച്ചോ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരെന്ത്, ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡമേ അല്ല. അത് അള്ളാഹു പരിഗണിക്കുന്ന വിഷയമേ അല്ല. മറിച്ച് നിങ്ങളുടെ കർമ്മമെന്ത്, ഇതാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അപ്പോൾ ഒരാൾ ഹിന്ദുവായി ജനിക്കുന്നു, മുസ്ലിമായി ജനിക്കുന്നു, ഇതൊന്നുമല്ല. മറിച്ച് അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അയാൾ ധർമ്മത്തിലൂന്നി നല്ല കാര്യങ്ങൾ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ അയാൾക്ക് മോക്ഷമുണ്ട്. നാളെ പരലോകത്ത് വെച്ച് ചെയ്യുന്ന വിചാരണയെക്കുറിച്ച് ഖുർആൻ പറയുന്നതും നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ, ആരാണോ അണുമണിത്തൂക്കം നന്മ ചെയ്യുന്നത് പ്രവൃത്തിയാണ്, നന്മയും വിശ്വസിക്കല്ല, നന്മ ചെയ്യുന്നത് ആരാണോ അതവൻ അനുഭവിക്കും. ആരാണോ തിന്മ ചെയ്യുന്നത് അതവൻ അനുഭവിക്കും. ലഹാമാ കസബത്ത് വാലൈഹാമക്തസബ്, നിങ്ങൾക്ക് ചെയ്ത നല്ലത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ചെയ്ത തിന്മ നിങ്ങൾക്ക് കിട്ടും. ലന അഴമാലിന വലക്കും അഴമാലക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. ഖുർആൻ പറയുന്നത് മുഴുവനും കർമ്മങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഭാഗമായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് മഹത്വമേ അല്ല. മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ലൈസബി അമാലിയീക്കും വല അമാലി അഹലും കിതാബി, നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെയോ ഈ വേദക്കാർ വ്യാമോഹിക്കുന്നത് പോലെയോ ഒന്നല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. എന്താണ് വ്യാമോഹം? ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അങ്ങനെ അള്ളാഹു ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. അള്ളാഹു മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നല്ലാതെ അള്ളാഹു ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു സമുദായത്തെ തിരഞ്ഞെടുത്തിട്ടില്ല. അള്ളാഹു തിരഞ്ഞെടുത്തത് മനുഷ്യനെയാണ്. ആ മനുഷ്യനിൽ നന്മയുള്ളവനായി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് ഈ പിന്നെ നമ്മളുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം ഒന്ന് നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഒന്നാമത്തെ ദൗത്യം നല്ല മനുഷ്യനാവുക, മിനിമം ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക. പ്രവാചകനൊരിക്കൽ ചോദിച്ചു, പ്രവാചകരെ നല്ല വിശ്വാസിയാകാൻ എന്ത് ചെയ്യണം? നബി പറഞ്ഞു, ഒരു മിനിമം വിശ്വാസിയാകാൻ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാന്നുള്ളത് സെക്കൻഡറി, അതിൻ്റെ ശേഷം വരുന്നത്. ഏറ്റവും മിനിമം ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക. അപ്പോൾ ഓരോ ദിവസവും കടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് പറയാൻ കഴിയണം, ഇന്നത്തെ ദിവസം ഞാൻ കാരണം ആരും കരഞ്ഞിട്ടില്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഈ ഒരു സമാധാനത്തോടെ കടന്നുറങ്ങാൻ കഴിഞ്ഞാൽ മിനിമം മനുഷ്യനായി. ഞാൻ കാരണം ഒരാൾ സന്തോഷിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിന് ഉയർന്ന പടിയാണ്. അപ്പോൾ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു മിനിമം മനുഷ്യരായിത്തീരുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്ക് ബോധ്യപ്പെട്ട നന്മകളുണ്ട്, ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മങ്ങൾ നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത് ധർമ്മം പ്രചരിപ്പിക്കലാണ്. ആ ധർമ്മം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപകമാണ്. ഈ വ്യാപകമായ മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നു. നമുക്കറിയാം അത് നാശമാണ്, ദോഷമാണ്. അതിനെതിരെ പ്രവർത്തിക്കുക, അത് ഇല്ലാതാക്കുക, ആ സമൂഹത്തെ നന്നാക്കിയെടുക്കുക. ഈ ധർമ്മപ്രബോധനം, ഇതിനാണ് ധർമ്മപ്രബോധനം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മതപ്രബോധനമായിട്ട് നമ്മുടെ ധർമ്മമാണ്. മതപ്രബോധനം ധർമ്മമേ അല്ല. മതം നിങ്ങളുടെ സ്വകാര്യമായൊരു സംഗതിയാണ്. നിങ്ങൾ നന്നാവാനുള്ളൊരു ടൂളാണ്. നിങ്ങൾ നന്നാവാനുള്ള ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നന്നാവാനുള്ള ടൂൾ വേറൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അത് ഉപയോഗിക്കണം.
നിങ്ങളുടെ അതേ ടൂളല്ല. ഒരു പ്രമേഹ രോഗിക്ക് കൊടുക്കുന്ന മരുന്നല്ല പ്രഷർ വ്യത്യാസമുള്ള ആൾക്ക് കൊടുക്കേണ്ടത്, അയാൾക്കുള്ള മരുന്നല്ല ക്യാൻസർ രോഗിക്ക് കൊടുക്കേണ്ടത്. ഈ ലോകത്തിൽ ഓരോ പലവിധ മരുന്നുകളുണ്ട്, പലവിധ രോഗങ്ങളുണ്ട്. അതുപോലെ പലവിധ മനുഷ്യരുണ്ട്, ആ പലവിധ മനുഷ്യർക്ക് പലവിധ വേദങ്ങളുണ്ട്. ആ വേദങ്ങളൊക്കെയും മരുന്നാണ്. അതനുസരിച്ച് അവർ ജീവിച്ചാൽ മതി. നിങ്ങളെല്ലാവരും കൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഈ ലോകത്തുണ്ടാകുന്ന തിന്മകൾക്കെതിരെ. അതിൽ ക്രിസ്ത്യൻ വേണം, മുസ്ലിം വേണം, ഹിന്ദു വേണം, മതമുള്ളവൻ വേണം, മതമില്ലാത്തവൻ വേണം. എല്ലാവരും ചേർന്നിട്ട് ഇവിടെയുള്ള പൊതുവായ അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കണം. മയക്കുമരുന്നിനെതിരെ, ലഹരി മാഫിയക്കെതിരെ, അഴിമതിക്കെതിരെ, കൊള്ളക്കെതിരെ, കൊലപാതകത്തിനെതിരെ, വിദ്വേഷത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ. ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. എല്ലാവരും ഒരുമിച്ച് അങ്ങനെയുള്ള അധർമ്മത്തിനെതിരെ ധർമ്മപ്രബോധനം നിർവഹിക്കണം. അത് നമ്മുടെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. അതായത് ഇപ്പം ബേസിക്കലി ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ജനിച്ച നമുക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ തോന്നല്. കാരണം നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും വീട്ടിലുള്ള മുതിർന്നവരാണെങ്കിലും നീ തെറ്റ് ചെയ്യരുത്, നന്മ ചെയ്യണം, നീ ആരെയും ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളരുന്ന ഒരു കാര്യമാണ് അല്ലേ, എവിടെ പോയാലും. അങ്ങനെ ഒരു ധർമ്മോപദേശം മറ്റു മതസ്ഥരുടെ വീടുകളിൽ നടക്കുന്നുണ്ടെന്നോ എനിക്കറിയില്ല. ഈ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ചിലപ്പോൾ കുറവായിരിക്കാം. നമ്മൾ പരലോകം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി കൂടുതലാണ്. കാരണം എവിടെ പോയാലും ആ ഒരു ഉപദേശം നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നത്, അണുമണി തൂക്കം നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി. പക്ഷേ നമ്മൾ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കണം. അതായത് ദൈവം പലവിധമുണ്ട്. നിങ്ങൾ ഏകനായ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമാണ് ആ ക്വാളിഫയർ ആവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് അണുവിനെ തൂക്കം ചെയ്തോളൂ. അതായത് ഇപ്പം നിങ്ങളൊരു പൂച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു ആണി എടുത്ത് മാറ്റിയാൽ സ്വർഗ്ഗത്തിലാണ് റൂട്ടിൽ കിടക്കുന്നത്. പക്ഷേ ഈ ക്വാളിഫയർ നിങ്ങൾ ആവാത്തിടത്തോളം കാലം എന്ത് നന്മ ചെയ്താലും ദൈവം അതിന് തക്കതായ പ്രതിഫലം നൽകുമോ നൽകില്ലയോ? കാരണം ഈ ക്വാളിഫയറിലാണല്ലോ നമ്മുടെ പ്രശ്നം. നന്മയിലും തിന്മയിലും ആർക്കും പ്രശ്നമില്ല. കാരണം എന്ത് ചെയ്താലും നന്മയാണ് തിന്മയാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധം ഈവൻ കുട്ടികൾക്ക് വരെയുണ്ട്. ഈ ക്വാളിഫയറിൻ്റെ ആ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ആളുകൾക്ക്, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകണ്ട, നമ്മുടെ ഇസ്ലാമിലുള്ള ആളുകൾക്ക് തന്നെ ഒരു കൂട്ടുകാരനെ, അതായത് നമ്മളൊരു ക്രിസ്ത്യാനിയായ കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ കൂട്ടുകാരനെ, നീ ചെയ്ത നന്മയാണ്, നിനക്കതിന് അള്ള നാളെ പ്രതിഫലം തരും എന്ന് നമുക്ക് തോന്നണമല്ലോ. അവർക്ക് തോന്നണത് പോട്ടെ, കാരണം അവർക്ക് അവരുടെ വിശ്വാസമുണ്ട്, അള്ള അവർക്ക് കൊടുത്തോളൂ. പക്ഷെ അത് നമുക്ക് തോന്നണമല്ലോ. നമ്മുടെ തോന്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും അവൻ പോകാൻ പോകണ നരകത്തിലേക്കാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷേ സ്റ്റിൽ വി അപ്രീഷിയേറ്റ്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ നന്മ ചെയ്താൽ മാത്രമാണ് അത് സ്വർഗ്ഗത്തിൽ ഗുണം കിട്ടുള്ളൂ. അവൻ നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഇവിടെ ഗുണം കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ അത് ക്വാളിഫയർ ആയിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യനിൽ കടന്നു പോകുന്നോന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളത് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ ഒരു ധാരണ, ഏകദൈവത്വം എന്ന് പറയുന്നത് എന്തോ ഞങ്ങളുടെ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയാണ്, ഒരു പ്രൈവറ്റ് കമ്മോഡിറ്റിയാണ്. ഞങ്ങളാണ് ഏകദൈവത്തിൻ്റെ ആളുകൾ, ഞങ്ങൾ പറയുന്നതാണ് ഏകദൈവത്വം, ബാക്കിയുള്ളതൊന്നും അതല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് മുസ്ലിങ്ങൾ സാധാരണ ഇത് പറയാറുള്ളത്. അതിന് ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ ഈ പുരോഹിതന്മാരുടെ പ്രഭാഷണം ഉണ്ടാവും. ഏകദൈവം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കുലദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അള്ളാഹു, അത് നമ്മുടെ ദൈവം. പുള്ളി ഇങ്ങനെ മുസ്ലിങ്ങൾ ചെയ്യുന്ന പണികൾ മാത്രം, അതും അങ്ങനെയൊന്നും സ്വീകരിക്കുന്നില്ല. അത് വളരെ കർശനമായ ഉപാധികളൊക്കെ വെച്ചുകൊണ്ടാണ് സ്വീകരിക്കുക. ഇതൊക്കെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വില്ലേജ് ഓഫീസിലിരിക്കുന്ന പ്രായമുള്ള വില്ലേജ് ഓഫീസർമാരെ പോലെയാണ് ഏത് അക്ഷരത്തിലാണ് തെറ്റുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അത് റിജക്റ്റ് ചെയ്യാനാണ് ഒരാൾ ശ്രമിക്കുക. അപ്പോൾ ഒരു വലിയ വില്ലേജ് ഓഫീസറാണ്, തഹസിൽദാറാണ് അള്ളാഹു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദൈവ വിശ്വാസമല്ലാത്ത ഒന്നും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഹിന്ദു വേദങ്ങളാണെങ്കിലും, ഹിന്ദു വേദങ്ങളെന്ന് പറഞ്ഞാൽ ഭാരതീയ വേദങ്ങളാണെങ്കിലും, സെമിറ്റിക് വേദങ്ങളാണെങ്കിലും, കൺഫ്യൂഷ്യസ് ആണെങ്കിലും, തിരുക്കുറളാണെങ്കിലും, ഈ ലോകത്ത് ഇന്നേ വരെ വന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പ്രവാചകന്മാരും ഏകനായ ദൈവത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ദൈവദശരത്തിൽ നാരായണഗുരു പറഞ്ഞത് ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ.
ഈ ഏകനായ ദൈവത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. വ്യതിചലനം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആരാധനകളിലാണ്. ആരാധനകളിൽ അത് നമുക്കുണ്ടല്ലോ, അത് ഇസ്ലാം മുസ്ലിങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ സഗുണോപാസനയുണ്ട്, നിർഗുണോപാസനയുണ്ട്. സഗുണോപാസന എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ആരാധനയാണ്, ഉപാസന. നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ രൂപരഹിതമായ ഉപാസനയാണ്. വിഗ്രഹാരാധനയുണ്ട്, വിഗ്രഹ പഞ്ചകരും ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആരാധനാ രീതികളുണ്ട്. അത് ഏകനായ ദൈവത്തെ എങ്ങനെ ഉപാസിക്കണം എന്നതിൽ സംഭവിച്ചിട്ടുള്ള വ്യതിചലനങ്ങളാണ്. അത് ഇപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ കഅബയിൽ പോയി ഈ പിന്നെ കറുത്ത കല്ലിനെ ഹജറുൽ തൊട്ട് മുതിർന്ന ആളുകൾ കറുത്ത കല്ലിനെ മുത്തിയിട്ട് അത് പുണ്യമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ മുത്തിയാൽ എന്തൊക്കെയോ പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് പുണ്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. കഅബയുടെ കിണ്ണയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവിടെയാണ് അള്ളാഹു ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ട്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും കയറിപ്പോകുമെന്നും അത് സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങുമെന്നും അതല്ല ഇങ്ങനെ കുത്തനെ ഇറങ്ങി കയറുമെന്നും ചലനമുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. അള്ളാഹുവിന് കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, മൂക്കുണ്ടെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അള്ളാഹു ചിരിക്കും, കരയും, സന്തോഷിക്കും, സങ്കടപ്പെടും എന്ന ഭാവവ്യത്യാസങ്ങൾ വിചാരങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ മുസ്ലിങ്ങളിലുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ രൂപകൽപ്പന നടത്തിയവർ മുസ്ലിങ്ങളുണ്ട്. അവർ ജിസ്മാനികളെന്നും തജസ്സുമികളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ആരാധനാ രീതികളിലുള്ള വ്യത്യാസം. ഇപ്പോൾ തന്നെ ജിന്നുകളെ വിളിക്കാമോ, ജിന്നുകളെ വിളിച്ചുകൂടെ, സിഹർ ബാധിക്കുമോ, സിഹർ ഇതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ചയില്ലേ. ഇതുപോലെ ആരാധനാ ഉപാസനാ രീതികളിൽ വൈവിധ്യങ്ങളും വ്യത്യാസതകളും ഉണ്ട്. അതിൽ ശരി തെറ്റുകളുണ്ടാകാം. പക്ഷേ വിശ്വാസപരമായിട്ട് ലോകത്ത് ഏക ബ്രഹ്മം എന്ന് പറയുന്നൊരു സങ്കല്പത്തെ, പരബ്രഹ്മം അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്നൊരു സങ്കല്പത്തെയാണ് ലോകത്തിലുള്ള എല്ലാവരും എല്ലാവരും കോൺസെപ്റ്റായിട്ട് കൊണ്ടു നടക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ട് തന്നെ ഏകനായ ദൈവം എന്ന് പറയുന്നത് ഏതെങ്കിലും മതജാതി വിഭാഗങ്ങളുടെ കുത്തകയൊന്നുമല്ല. ഈ ലോകത്ത് ദൈവവിശ്വാസികളായിട്ടുള്ള സകലരും ഒരുപോലെ പറയുന്നതാണ്. ഈ ഒരു സൂപ്പർ പവർ നിങ്ങളതിനെ പിന്നെ ദൈവമെന്ന് വിളിച്ചോളൂ, പ്രകൃതി എന്ന് വിളിച്ചോളൂ, എനർജി എന്ന് വിളിച്ചോളൂ, ഭഗവാനെന്നോ ഈശ്വരനെന്നോ പിതാവെന്നോ എന്തോ വിളിച്ചോളൂ, അങ്ങനെയുള്ളൊരു ഏകനായ ശക്തി ഈ പ്രപഞ്ചത്തിനുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം എന്നുള്ളത് ഒരു പിന്നെ ഒരു ക്വാളിഫൈഡ് ആകുന്നതിനുള്ള നിബന്ധനയാണെങ്കിൽ അത് എല്ലാവരും എന്നേ പാസ്സായി കഴിഞ്ഞിരിക്കുന്നു. അത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ അക്കാര്യത്തിലൊന്നാണ്. പിന്നെ രണ്ടാമത് നോക്കുന്നത് പ്രവൃത്തിയുള്ള ക്വാളിറ്റിയാണ്. അയാൾ ചെയ്യുന്നത് എങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഗാന്ധിജി സ്വർഗത്തിൽ പോകില്ല, കാരണം ഈ സമുദായത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഒരു സമുദായം, ഈ മുസ്ലിങ്ങളെന്ന് ഞാൻ പറയുന്ന സോക്കോൾഡ് മുസ്ലിങ്ങൾ പറയുന്നത് ദൈവവിശ്വാസിയാവുക എന്നതിനപ്പുറത്ത് ഈ സമുദായത്തിൽ പെടുക എന്നതും കൂടിയാണ്. അവർക്ക് ദൈവവിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദൈവവിശ്വാസിയായ പോരാ, മറിച്ച് ഈ സമുദായത്തിൻ്റെ ഭാഗമാകണം. നിങ്ങളുടെ പേര് മാറ്റി, കുലം മാറ്റി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടനയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഒരു ഈ സമുദായത്തിൽ മെമ്പർഷിപ്പ് എടുത്തെങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നാണ്. അവിടെയും തീരുന്നില്ല. ആ സമുദായത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എൻ്റെ ഗ്രൂപ്പിലും മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ സെക്ടറുകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ലോകത്ത് ഒരുപാട് മനുഷ്യർ, അതിൽ മുസ്ലിങ്ങളെന്ന് പറയുന്ന വിഭാഗം, ആ മുസ്ലിങ്ങളിൽ തന്നെ അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന വിഭാഗം, ആ അഹ്ലുസുന്നത്തിൽ തന്നെ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം, ആ സലഫികളിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ന വിഭാഗം, അതിൽ നിന്ന് അടയാളങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ ഞാൻ ഈ സലഫികൾ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ മനുഷ്യനായാൽ, നല്ല മനുഷ്യനായാൽ രക്ഷപ്പെടുമോ? ഇല്ല. പിന്നെന്താവണം? നിങ്ങൾ മുസ്ലിം ആകണം. മുസ്ലിമായ രക്ഷപ്പെടുമോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്താകണം? അഹ്ലുസുന്നത്തിൽ പെടണം. നിങ്ങൾ അഹ്ലുസുന്നത്തിൽപ്പെട്ട രക്ഷപ്പെടുമോ? ഇല്ല. പിന്നെയോ നിങ്ങൾ സലഫി ആകണം. സലഫിയായ രക്ഷപ്പെടുമോ? ഇല്ല. നിങ്ങൾ ഇന്ന ഗ്രൂപ്പിൽ പെടണം, ഇന്ന സബ് ഗ്രൂപ്പിൽ പെടണം. ഇങ്ങനെ നമ്മളിങ്ങനെ സ്വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന സങ്കല്പത്തെ ചെറുതാക്കി കൊണ്ടുവന്ന് അള്ളാഹു ആകട്ടെ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഇന്നീല ഉദിയോ അമൽ ആമിലും മിങ്കും ഇന്ദക്കനും പോലത്തെ മനുഷ്യ സമൂഹത്തോട് പറയുന്നു, നിങ്ങളിൽ നിന്ന് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ചെയ്യുന്ന ഒരു കർമ്മത്തെയും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. അള്ളാഹു മനുഷ്യ സമൂഹത്തെ സാകല്യത്തിൽ കാണുന്നു. പുരോഹിതന്മാർ അതിനെ വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്താണ്. ഇങ്ങനെയാണ് അവർ കാണുന്ന സ്വർഗത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്. അള്ളാഹു ആകട്ടെ പറയുന്നത് ഈ പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗത്തെക്കുറിച്ചാണ്. അതിൽ ഗാന്ധിജിക്ക് ഇടമുണ്ട്, മണ്ടേലയ്ക്ക് ഇടമുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്ങിന് ഇടമുണ്ട്, ഖാൻ അബ്ദുൽ ഖാഫർ ഖാനിന് ഇടമുണ്ട്, അതിൽ ഈ പറയപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഇടമുണ്ട്. ആ ഇടമുള്ള വിശാലമായ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ഒരു മാപ്പിള പഞ്ചായത്തിനെ കുറിച്ചാണ് നമ്മളുടെ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ നല്ല മനുഷ്യരാവുക,
ദൈവവിശ്വാസിയാവുക എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പുരദൈവത്തെക്കുറിച്ച് മതദൈവത്തെക്കുറിച്ചല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പരാശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം, ഒരു ക്രിയേറ്ററെക്കുറിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസമില്ലാത്ത ഒരു മതവും ലോകത്തില്ല, ഒരു ദർശനവും ലോകത്തില്ല. ഇപ്പോൾ അതായിട്ട് യോജിച്ച് ഞാനൊരു കാര്യം പറയും. ഇന്നലെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. അവരെല്ലാവരും ചെയ്യുമ്പോൾ പറയുന്നത് ഈശ്വരൻ്റെ നാമത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കായിട്ട് ഇത് വളരെ യോജിച്ച് പോകുന്നുണ്ട്. അവർ പറയുന്നില്ല ഈശ്വരന്മാരുടെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ തീവ്ര ഹിന്ദുക്കളാണെങ്കിൽ അവർ 30 കോടി ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു വാക്കിൻ്റെ വ്യത്യാസമുള്ളൂ. അവർക്ക് സിമ്പിളായിട്ട് പറയാവുന്നതുള്ളൂ, എൻ്റെ ഈ അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെയും നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാവുന്നതുള്ളൂ. അത് പറയാതെ ഈശ്വരൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാവാം എല്ലാവരും ഉൾക്കൊള്ളുന്നത് ഒരു ഈശ്വരനെ തന്നെയാണ്, ഒരു ഇലാഹിനെ തന്നെയാണെന്നുള്ളത്. ഇത് നാമങ്ങളിൻ്റെ വ്യത്യാസം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഖുർആനിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ദൈവത്തെ എന്ത് വിളിച്ചാലും അത് ദൈവത്തിൻ്റെ നാമങ്ങളാണ്. ഇപ്പം നാരായണ ഗുരു ദൈവത്തെ ഒരിടത്ത് കനിയേ തേനേ മധുരമേ എന്ന് വിളിക്കുന്നുണ്ട്. കനിയേ തേനേ മധുരമേ എന്ന് വിളിക്കാനുള്ള ഒരു ആർദ്രത ഉണ്ടല്ലോ, ആ ആർദ്രതയിലേക്ക് എത്തുമ്പോഴാണ് വിശ്വാസം അതിൻ്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയിലെത്തുന്നത്. നമുക്കൊരു പേരിൽ മാത്രം ദൈവത്തെ വിളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ദൈവവിശ്വാസി ആയിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾക്ക് ദൈവത്തെ അനേക പേരുകളിൽ വിളിക്കാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനേക മടങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ഒരു പേരിൽ നിൽക്കുമ്പോൾ നിങ്ങളായിത്തീരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ 10,000 പേരുള്ള ഒരു ദൈവത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ദൈവത്തെ അത്രയധികം മനസ്സിലാക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പേരുകൾ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു, ഈ ലോകത്തുള്ള എല്ലാ നല്ല പേരുകളും ദൈവത്തിൻ്റെതാണ്. മധുരമെന്ന് പറയാം, കരളേന്ന് പറയാം, കുളിരേന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ സൂഫികളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സൂഫികൾ ദൈവത്തെ വിളിക്കുന്നത് ആ അർത്ഥത്തിലാണ്. ഒരു കാമുകിയെ വിളിക്കുന്നത് പോലെയാണ്. എൻ്റെ ലൈലയാണ് നീ, എൻ്റെ മജ്നൂബാണ് നീ. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയുമ്പോൾ ഒരു ആർദ്രമായ സകല സങ്കല്പങ്ങളും നിറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇത് ഒരു പേര്, ആ പേരിൽ തന്നെ പേര് പോട്ടെ, നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ദൈവമാക്കി നമ്മൾ അത്രയും കരുണയുള്ള ദൈവത്തിനെ മാറ്റിയില്ല. സാധാരണ പറയുന്ന പോലെ നമുക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് നൽകിയ കരുണ അത് ദൈവത്തിൻ്റെ ഒരു 1% 5% ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ ക്ഷമിക്കുന്ന ഉമ്മ, ആ ഉമ്മയ്ക്ക് കരുണ നൽകിയ ദൈവത്തിന് നമ്മളോട് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? ആ ഒരു തത്വത്തിലേക്ക് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. തീർച്ചയായിട്ടും അത് പ്രവാചകൻ്റെ ഒരു വചനം, വളരെ മനോഹരമായ ഒരു വചനം ഇങ്ങനെയാണ്: ഒരു തെറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷം, ഒരു ഒട്ടകം നഷ്ടപ്പെട്ട, പാഥേയം നഷ്ടപ്പെട്ട ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യന് പാഥേയം തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ 100 ഇരട്ടിയാണ് എന്ന് അത് ഈ മരുഭൂവാസികൾക്ക് മനസ്സിലാവും. ഒരു വാഹനപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലാണ് റൊട്ടിയും വെള്ളമൊക്കെ ഉള്ളത്. അയാളെ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി അത് തണലിലിരുന്ന് അയാൾ വിശ്രമിച്ച് ഉറങ്ങി നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. വിശാലമായ മരുഭൂമി, മരിക്കല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഒരു തുള്ളി വെള്ളം കിട്ടില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല, വഴി അറിയില്ല. അങ്ങനെ മരണം മുന്നിൽ കണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ആ വാഹനം തിരിച്ചു വരുന്നു കുറേ കഴിഞ്ഞിട്ട്. അപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇതുപോലെ എല്ലാ പാപങ്ങളും ചെയ്ത് വഴിവിട്ടു പോയൊരു മനുഷ്യൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവത്തിന് ഇതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പം നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഭീകരതയല്ല ദൈവം നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ അടിയിൽ എവിടെയോ കിടക്കുന്ന ഒരു നന്മയാണ്. അത് മാത്രം മതി ദൈവത്തിന് നിങ്ങളെ ഉൾക്കൊള്ളാൻ. പൊറുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ രീതി, ശിക്ഷിക്കുക എന്നുള്ളതല്ല. ആരെയും ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല, പൊറുക്കാൻ വേണ്ടി കാത്തിരുന്നു. പൊറുക്കാനുള്ള ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ദൈവം ശിക്ഷയെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ മതങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവം, വിശിഷ്യ മുസ്ലിം പുരോഹിതന്മാർ അവതരിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നരകമൊക്കെ കത്തിച്ചിട്ട് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, അത് കിട്ടിയാൽ അതിൽ പിടിച്ചിട്ടിട്ട് ഒരു പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഡിസ്റ്റ് എന്നുള്ളതൊക്കെ. ഒരിക്കലും ദൈവസങ്കല്പം അതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാം ഒരുപാട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ചോദ്യങ്ങളായിരിക്കും ഈ സമൂഹത്തിലുള്ള പല യുവജനങ്ങളുടെയും മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. കാരണം ഈ വിഷയങ്ങളിൽ മാത്രം, കാരണം എല്ലാവരുടെയും ഒരു പേടി മരിച്ചു ചെല്ലുമ്പോൾ വെട്ടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം പിടിച്ച നിങ്ങൾ സ്വർഗത്തിലേക്ക് പോക്കോ, ബാക്കി എല്ലാ മതസ്ഥരെയും പിടിച്ച് നരകത്തിലേക്ക് ഇടുന്ന ഒരു ദൈവം, അങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മൾ വളർന്നു വരുന്ന
അനുഭവങ്ങൾ നമ്മുടെ കൂട്ടുകാരും മറ്റു മതത്തിൽ നിന്നുള്ള ആളുകളും ആയി കഴിയുമ്പോൾ, നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ, ഇതൊന്നും അല്ലല്ലോ ദൈവം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട ദൈവം പറയുന്ന സാധനങ്ങളല്ലല്ലോ ഈ ലോകത്തുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ മനുഷ്യർ ചിന്തിക്കുന്നതെന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന തോന്നലിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത് ഷരീഫ് സാഹിബിൻ്റെ ഈ ചോദ്യങ്ങൾ തന്നെയാണ് യുവാക്കളുടെ മനസ്സിലുള്ളത്. ഇവർ ഈ പുരോഹിതന്മാരുണ്ടാക്കി വെച്ച സംശയങ്ങൾ അവരുടെ മനസ്സിൽ കിടന്ന് വേർക്കൂട്ടുന്നു. അനുഭവങ്ങൾ വേറെന്ന് ഒരുപാട് നല്ല പുരുഷന്മാർ അവർ കാണുന്നു. എല്ലാ മതജാതി വിഭാഗത്തിലും പെട്ട ഒരുപാട് നല്ല ആളുകൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ കാണുന്നു. ഇപ്പുറത്ത് അവരൊക്കെ നരകത്തിലാണ് എന്നുള്ള അധ്യാപനമോ ഈ ഒരു സംഘർഷമുണ്ട് പലർക്കും. പലരും ചെയ്യുന്നത് മതം വിട്ടു പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും സ്വർഗത്തിൽ ആ സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വരുന്നത്. അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ട, മതം വിട്ടു പോകുന്നത് പോട്ടെ, അല്ലെങ്കിൽ ആ ദൈവത്തിന് നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ദൈവം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ പോകുന്നത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴോ ഞാൻ ആലോചിക്കുന്നത്, കാരശ്ശേരി മാഷ് 2 വർഷം മുമ്പ് പിന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ സ്വർഗം എനിക്ക് വേണ്ട. കാരശ്ശേരി മാഷിൻ്റെ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ആളാണ്. അക്കാര്യത്തിൽ കർശനമായൊരു വാശി കൊണ്ടു നടക്കുന്ന ഒരാൾ. അദ്ദേഹം യൂറോപ്പിലൊക്കെ പോയിട്ട് പോലും അത് ചെയ്യാത്ത ആൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഗാന്ധിയുടെ സ്വാധീനമാണ്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. അങ്ങനെയുള്ള ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടുന്ന് കള്ളിൻ്റെ പുഴയുണ്ട്, അതിൽ കുളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഈ മൂല്യം സ്വർഗത്തിൽ തകർന്നു പോകുമല്ലോ. അദ്ദേഹം ഇതുവരെ കാത്തു സൂക്ഷിച്ചൊരു സംഗതി. അതുകൊണ്ട് കള്ളുള്ള സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ കിട്ടാത്ത, അല്ലെങ്കിൽ ഇവിടെ അനുഭവിക്കാണ്ട് ഫ്രസ്ട്രേഷനോട് കൂടി മാറ്റിവെക്കുന്ന പല സൗകര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാം. ഒരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു സങ്കല്പമാണ്. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ വിചരിക്കാം, ഇഷ്ടം പോലെ കണ്ടുപിടിക്കാം. അങ്ങനെ പിന്നെ പറ്റുമെങ്കിലും മോഷ്ടിക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ആ രീതിയിൽ. അപ്പോൾ എല്ലാറ്റിനെ കുറിച്ചും ഇവർ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് വിരുദ്ധമായിട്ടാണ്, ഒരു മൂല്യാധിഷ്ഠിതമല്ല. അപ്പോൾ സ്വർഗം പോലും മൂല്യാധിഷ്ഠിതമാണെങ്കിൽ സ്വർഗം പിന്നെ വാലിഡ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ സ്വർഗം പോലും നരകമല്ലേ. പിന്നെ അപ്പോൾ ഈ മൂല്യബോധത്തിൽ നിന്നുകൊണ്ട് മതത്തെ നോക്കിക്കാണുക എന്നുള്ളതിന് പകരം മതത്തെ എന്തൊക്കെയോ ഒരു വികൃതമായ സ്വഭാവത്തിൽ അവതരിപ്പിക്കുകയാണ്. അത് ആ സംശയങ്ങളാണ് മിക്ക ചെറുപ്പക്കാർക്ക് ഈ നിങ്ങളിപ്പോൾ ഉന്നയിച്ച അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച സംശയങ്ങൾ തന്നെയാണ് മിക്ക ആളുകളുടെയും മനസ്സിലുള്ളത്. അല്ല, എനിക്കറിയാവുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ ചോദ്യമുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുറത്ത് പോയിട്ടുള്ള ആളുകൾ, എല്ലാവർക്കും ഈ ചോദ്യമുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചാൽ ശരിയാവും. ഭാര്യമാർ സമ്മതിക്കുക, അല്ലെങ്കിൽ ഉമ്മായി സമ്മതിക്കുക, മറ്റുള്ള കൂട്ടുകാരന്മാർ പറയും നീ യുക്തിവാദിയായിപ്പോയി, അല്ലെങ്കിൽ നീ പുരോഗമന ചിന്താധികാരനായിപ്പോയി. പിന്നെ സ്വന്തം ഒരു പേടിയുണ്ടോ, അയ്യോ ഇതിപ്പോൾ ശരിയാണോ ഇത് ചിന്തിക്കുന്നത്, അല്ല നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുത്തല്ലോ, പിന്നെ ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു വകുപ്പൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് സ്വർഗം മിസ്സാക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലിൽ ഒതുങ്ങിക്കൂടി നമ്മുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ ഒതുക്കി വെച്ച് ജീവിക്കുന്ന 90% ആളുകളും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പല സ്ഥലത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്കൊരു ആശ്വാസവാക്കുകളാകും എന്ന് ഇൻഷാ അല്ലാ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംശയത്തിന് നിവാരണം നൽകിയ സംസാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ.